11. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 17. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാൻ ബാക്കി കിടന്ന കണക്കുകൾ എഴുതി തീർക്കാനിരുന്നു. അപ്പോൾ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് എൻ്റെ രോഗി അകത്തേക്ക് കടന്നു വന്നു. അയാളുടെ മുഖത്ത് ഏതോ വികാരം തുളുമ്പി നിന്നിരുന്നു. ഒരു രോഗി അനുവാദമില്ലാതെ എൻ്റെ മുറിയിലേക്ക് കയറി വന്നത് കണ്ട് ഞാൻ അമ്പരന്നുപോയി. അയാൾ നേരെ എൻ്റെ അടുത്തേക്ക് തന്നെ പാഞ്ഞു വന്നു. ഒരു വാക്കത്തി അയാളുടെ കയ്യിലുണ്ടായിരുന്നു. എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ എഴുന്നേറ്റ് മാറാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അയാൾ കത്തി എൻ്റെ നേരെ പ്രയോഗിച്ചു. എൻ്റെ ഇടത് കൈയിൻ്റെ മണികണ്ഠത്തിൽ സാരമായൊരു മുറിവ് പറ്റി. വീണ്ടും അയാൾ എൻ്റെ നേരെ കത്തി ഓങ്ങിയപ്പോഴേക്കും എനിക്ക് അയാളെ തള്ളി വീഴ്ത്താൻ കഴിഞ്ഞു. അയാൾ നിലത്ത് മലർന്നടിച്ചു വീണു. എൻ്റെ കയ്യിൽ നിന്ന് ചോര വാർന്നു വീഴുന്നുണ്ടായിരുന്നു. രോഗി വീണ്ടും ആക്രമണത്തിന് ഭാവമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കയ്യിലെ മുറിവ് വെച്ച് കെട്ടാൻ ശ്രമിച്ചു. പരിചാരകന്മാർ അപ്പോഴേക്കും മുറിയിലേക്ക് ഓടി വന്നു. ഞങ്ങൾ അയാളെ സമീപിച്ചു. അപ്പോൾ കണ്ട കാഴ്ച എന്നെ ഏറ്റവും അധികം വ്യാകുലനാക്കി. അയാൾ കമിഴ്ന്നു കിടന്ന് നിലത്ത് വീണ ചോര ഒരു ശ്വാവിനെ പോലെ നക്കിക്കുടിക്കുകയായിരുന്നു. പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടപ്പോൾ അയാൾ സൗമ്യനായി പരിചാരകരുടെ കൂടെ പോയി. പോകുമ്പോൾ അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ചോര ജീവനാണ്, ചോര ജീവനാണ്. എനിക്കിപ്പോൾ ഒട്ടും ചോര നഷ്ടപ്പെടാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. ആരോഗ്യത്തിന് അപകടകരമായ വിധത്തിൽ അത്രയധികം ചോര എന്നിൽ നിന്ന് എടുത്തു കഴിഞ്ഞിരുന്നു. ലൂസിയുടെ രോഗവും അതിൻ്റെ ഭയാനകമായ സവിശേഷതകളും കൊണ്ട് എൻ്റെ ആരോഗ്യം ഏറെ തകർന്നിരിക്കുന്നു. ഞാൻ പരിഭ്രാന്തനും പരിക്ഷീണിതനുമാണ്. എനിക്ക് വിശ്രമം വേണം, വളരെയധികം വിശ്രമം. ഭാഗ്യത്തിന് വാൻ ഹെൽസിംഗ് എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നെനിക്ക് ഉറങ്ങാം. സെവാർഡിന് വാൻ ഹെൽസിങ്ങിൻ്റെ കമ്പി കാർഫാക്സിലേക്ക് അയച്ചത് 22 മണിക്കൂർ വൈകി കിട്ടി. സെപ്റ്റംബർ 17. ഇന്ന് രാത്രി ഹില്ലിംഗ്ഹാമിൽ നിർബന്ധമായും എത്തണം. മുഴുവൻ സമയം കാവൽ പറ്റില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാണുകയും പൂക്കൾ യഥാസ്ഥാനത്തില്ലേ എന്ന് നോക്കുകയും ചെയ്യുക സുപ്രധാനം. വീഴ്ച പാടില്ല. ഞാൻ കഴിയുന്നത്ര വേഗം എത്തിക്കൊള്ളാം. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 18. ലണ്ടനിലേക്കുള്ള വണ്ടി പോയി കഴിഞ്ഞു. വാൻ ഹെൽസിങ്ങിൻ്റെ കമ്പി എന്നെ ഉത്കണ്ഠാകുലനാക്കിയിരിക്കുന്നു. ഒരു രാത്രി നഷ്ടപ്പെട്ടു. ഒരു രാത്രി കൊണ്ട് എന്തെല്ലാം സംഭവിക്കില്ല. എന്തോ വിപത്ത് നമ്മെ വലയം ചെയ്തതായി തോന്നുന്നു. ലൂസിയുടെ കുറിപ്പ്. സെപ്റ്റംബർ 17. രാത്രി. ഞാനിതെഴുതി എല്ലാവർക്കും കാണാവുന്ന ഒരിടത്ത് വയ്ക്കും. ഞാൻ മൂലം മറ്റാരും അപകടത്തിൽപ്പെടാതിരിക്കട്ടെ. ഇന്ന് രാത്രി സംഭവിച്ചതിൻ്റെ ഒരു യഥാർത്ഥ വിവരണമാണിത്. ഞാൻ തളർച്ച കൊണ്ട് മരിക്കുകയാണ്. എഴുതാൻ ശക്തിയില്ല. പക്ഷെ മരിച്ചാലും വേണ്ടില്ല, ഇതെഴുതി തീർക്കണം. പതിവ് പോലെ ഞാൻ ഉറങ്ങാൻ കിടന്നു. അതിനു മുമ്പ് പ്രൊഫസർ വാൻ ഹെൽസിംഗ് നിർദ്ദേശിച്ചതുപോലെ പൂക്കൾ ഒരുക്കി വെച്ചിട്ടില്ലേ എന്ന് നോക്കി. കിടന്ന ഉടനെ ഉറങ്ങിപ്പോയി. ജാലകത്തിലെ ചിറകടിയൊച്ച കേട്ട് ഞാൻ ഉണർന്നു. അന്ന് വൈറ്റ് ബീയിലെ പള്ളിമുറ്റത്തേക്ക് ഉറക്കത്തിൽ നടക്കുകയും മീന വന്നെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്ത ആ സംഭവത്തിന് ശേഷം തുടങ്ങിയതാണ് ഈ ചിറകടി ശബ്ദം. എല്ലാം ഞാൻ വ്യക്തമായി ഓർക്കുന്നു. എനിക്ക് പേടിയുണ്ടായിട്ടല്ല, എങ്കിലും ഡോക്ടർ സെവാർഡ് അടുത്ത മുറിയിലുണ്ടെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. ഡോക്ടർ വാൻ ഹെൽസിംഗ് അദ്ദേഹം ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്. എങ്കിലെനിക്ക് അദ്ദേഹത്തെ വിളിക്കാമായിരുന്നു. ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അപ്പോഴേക്കും എൻ്റെ പഴയ ഉറക്കപ്പേടി എന്നെ പിടികൂടി. ഞാൻ ഉണർന്നിരിക്കാൻ നിശ്ചയിച്ചു. പക്ഷേ ഉറങ്ങരുതെന്ന് തോന്നിയാൽ ഉറക്കം പിടികൂടുക തന്നെ ചെയ്യും. ഒറ്റയ്ക്കിരിക്കാൻ പേടി തോന്നിയതുകൊണ്ട് വാതിൽ തുറന്ന് ആരാണവിടെ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല. അമ്മയെ ഉണർത്താൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വാതിലടച്ചു. തുടർന്ന് പുറത്ത് കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു നായിയുടെ മോങ്ങൽ പോലുള്ള ഒരു ശബ്ദം കേട്ടു. നായിയുടെ മോങ്ങൽ പോലെയാണെങ്കിലും ഇത് കൂടുതൽ പൈശാചികവും മുഴക്കമുള്ളതുമായി തോന്നി. ഞാൻ ജനലയ്ക്കൽ പോയി പുറത്തേക്ക് നോക്കി. ജാലകത്തിൽ ചിറകിട്ടടിക്കുന്ന ഒരു കടവാതിലിനെ ഒഴിച്ച് മറ്റൊന്നും കണ്ടില്ല. വീണ്ടും കിടന്നു. ഉറങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അപ്പോൾ വാതിൽ തുറന്ന് അമ്മ അകത്തു വന്നു. ഞാൻ ഉറങ്ങിയില്ലെന്ന് കണ്ട് എൻ്റെ അടുത്തു വന്നിരുന്ന അമ്മ പറഞ്ഞു, നിന്നെക്കുറിച്ചോർത്ത് എനിക്കൊരു സമാധാനവും ഇല്ലാതായിരിക്കുന്നു. നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഏറ്റവും ആർദ്രതയോടെയാണ് അമ്മ സംസാരിച്ചത്. അമ്മയ്ക്ക് അങ്ങനെയിരുന്ന് നീരിളക്കം പിടിച്ചെങ്കിലോ എന്ന് കരുതി എൻ്റെ അടുത്ത് കിടന്നുറങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. കുറച്ചു നേരം ഇവിടെ കിടന്ന് എഴുന്നേറ്റ് പോകാമെന്ന് അമ്മയും സമ്മതിച്ചു. ഞങ്ങൾ കെട്ടിപ്പിടിച്ചു കിടന്നു. അപ്പോൾ ജനാലയിൽ വീണ്ടും ചിറകടി കേട്ടു.
അമ്മ ഞെട്ടിത്തെറിച്ചു. ഭയപ്പെട്ട് അമ്മ ചോദിച്ചു, എന്താണത്? അമ്മയെ സമാധാനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അമ്മ ശാന്തയായി കിടന്നു. എങ്കിലും അമ്മയുടെ ഹൃദയം ശക്തിയായി മിടിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് വീണ്ടും നായയുടെ ഓരി കേട്ടു. ജനലയിൽ ശക്തിയിൽ എന്തോ വന്നു കൊണ്ടു. ചില്ലുപൊട്ടി നിലത്തു വീണു. പൊട്ടിത്തുറന്ന ജനൽപ്പഴുതിലൂടെ ഒരു വലിയ നരയൻ ചെന്നായയുടെ തിളങ്ങുന്ന കണ്ണുകളുള്ള തല കാണായി. അമ്മ പേടിച്ച് നിലവിളിച്ചു. പേടി കൊണ്ട് അവർ കണ്ടതെല്ലാം കടന്നുപിടിച്ചു. അക്കൂട്ടത്തിൽ ഡോക്ടർ വാൻ ഹെൽസിംഗ് ഞാൻ സദാ അണിഞ്ഞുകൊള്ളണമെന്ന് നിർദ്ദേശിച്ച പൂമാലയും വലിച്ചു പൊട്ടിച്ചു. ഒന്നോ രണ്ടോ നിമിഷം ആ ചെന്നായിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ സ്തംഭിച്ചിരുന്നു. അമ്മയുടെ തൊണ്ടയിൽ നിന്ന് എന്തോ ഒരു വിചിത്ര സ്വരം പുറപ്പെട്ടു. അനന്തരം അവർ ഇടിവിട്ടുകൊണ്ടിട്ടെന്ന പോലെ മറിഞ്ഞു വീണു. വീഴ്ചയിൽ അവരുടെ തല എൻ്റെ നെറ്റിക്കടിച്ചു. ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് എനിക്ക് കണ്ണ് കാണാതായി. മുറി ആകമാനം വട്ടം ചുറ്റുന്നതായി എനിക്ക് തോന്നി. ഞാൻ ജനലയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ചെന്നായുടെ തല പിൻവലിഞ്ഞു. അപ്പോൾ മഞ്ഞിൻ പടലം ജനൽപ്പഴുതിലൂടെ ശക്തിയിൽ മുറിയിലേക്ക് പാറി വന്നു. അവ ചുറ്റി ചുറ്റി ഒരു ധൂളി സ്തംഭം പോലെ മുറിയിൽ കൂടി നിൽക്കുകയായി. ഞാൻ എണീക്കാൻ ശ്രമിച്ചു. പക്ഷേ അമ്മയുടെ ദേഹം എൻ്റെ മേലൊരു ഭാരമായി കിടന്നിരുന്നു. പിന്നീട് കുറേ നേരത്തേക്കുണ്ടായതൊന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല. ആ സ്ഥിതി അങ്ങനെ അധിക നേരം തുടർന്നില്ല. എങ്കിലും അത് ഏറ്റവും അധികം ഭയങ്കരമായിരുന്നു. ഒടുവിൽ എനിക്ക് ബോധം തിരിച്ചു കിട്ടി. അടുത്തെവിടെയോ നിന്ന് അകന്നകന്ന് പോകുന്ന മണിനാദം മുഴങ്ങി. ചുറ്റുപാടുള്ള നായ്ക്കളെല്ലാം ഓലിയിടുന്നുണ്ടായിരുന്നു. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു വാനമ്പാടിയുടെ പാട്ട് കേട്ടു. ഞാൻ വേദനയും ഭയവും തളർച്ചയും കൊണ്ട് ആകെ അന്തം വിട്ടുപോയിരുന്നു. എങ്കിലും വാനമ്പാടിയുടെ ശബ്ദത്തിലൂടെ എൻ്റെ അമ്മ എന്നെ സമാധാനിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ശബ്ദത്തിൻ്റെ ബഹളം വേലക്കാരികളെ ഉണർത്തിയെന്ന് തോന്നുന്നു. വാതിലിനു പുറത്ത് അവരുടെ നഗ്നപാദങ്ങൾ പതിയുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ അവരെ വിളിച്ചു. അവർ കടന്നു വന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവർ അലമുറയിട്ടു. ജനലിലുണ്ടായിരുന്ന വിടവിലൂടെ മുറിയിലേക്ക് കാറ്റ് തള്ളിക്കയറി. വാതിൽ കാറ്റിലിളകി. അവർ അമ്മയുടെ ശരീരം താങ്ങിയെടുത്ത് ഞാൻ എണീറ്റു മാറിയ ശേഷം കിടക്കയിൽ കിടത്തി. ഒരു വിരി കൊണ്ട് മൂടി. അവരാകെ ഭയന്ന് വിറങ്ങലിച്ചു പോയിരുന്നു. അടുക്കള മുറിയിൽ പോയി ഓരോ ഗ്ലാസ് വീഞ്ഞു കുടിച്ചു വരാൻ ഞാൻ അവരോട് പറഞ്ഞു. വാതിൽ തള്ളി തുറന്നതും വേലക്കാരികൾ ആർത്തു നിലവിളിച്ചു. പിന്നീടവർ അന്യോന്യം കെട്ടിപ്പിടിച്ച് ഒരു കട്ടയായി അടുക്കളയിലേക്ക് പോയി. ഞാൻ എൻ്റെ ദേഹത്തിൽ ശേഷിച്ചിരുന്ന പൂക്കളെടുത്ത് അമ്മയുടെ മാറിടത്തിൽ അർപ്പിച്ചു. അപ്പോൾ വാൻ ഹെൽസിംഗ് പറഞ്ഞിരുന്ന കാര്യം ഞാൻ ഓർമ്മിച്ചു. എങ്കിലും ആ പൂക്കൾ അമ്മയുടെ മാറത്തു നിന്നും എടുത്തു മാറ്റാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോൾ കൂട്ടിന് വേലക്കാരികൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവർ വന്നു കണ്ടില്ല. ഞാൻ അവരെ വിളിച്ചു. മറുപടിയില്ല. അതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. ആ 4 ഭൃത്യകളും ശക്തിയായി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് അവിടെ വീണ് കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പരിശോധിച്ചു നോക്കി. അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു വാങ്ങിവെച്ചിരുന്ന ഉറക്കമരുന്ന് അവർ മുഴുവനും കുടിച്ചു തീർത്തിരിക്കുന്നു. ഞാൻ എന്തു ചെയ്യും? ഞാൻ വീണ്ടും മുറിയിൽ അമ്മയുടെ അരികിലെത്തി. അമ്മയെ വിട്ടുപോകാൻ വയ്യ. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഏതോ അദൃശ്യമായ ഒരു ഹസ്തം ഇടപെട്ട് ഉറക്കമരുന്നുകൊണ്ട് മയക്കിയിട്ടിരിക്കുന്ന വേലക്കാരികൾ മാത്രമാണ് വേറെ ഈ വീട്ടിലുള്ളത്. ഒറ്റയ്ക്ക് ഒരു മൃതശരീരത്തിൻ്റെ അടുത്ത്. പുറത്തു പോകാൻ എനിക്ക് വയ്യ. പൊട്ടിത്തകർന്ന ജാലകത്തിൻ്റെ പഴുതിലൂടെ ചെന്നായുടെ മോങ്ങൽ കേൾക്കുന്നു. വീണ്ടും മഞ്ഞിൻ പടലം ജനൽ പഴുതിലൂടെ പാറി വരുന്നു. അവ ചുറ്റിത്തിരിയുന്നു. വിളക്കുകൾ മങ്ങുന്നു. ഞാൻ എന്തു ചെയ്യട്ടെ? ഇന്ന് രാത്രി ഈ ആപത്തുകളുടെ മധ്യത്തിൽ ഈശ്വര എന്നെ രക്ഷിക്കണേ. ഈ കടലാസ് ഞാൻ എൻ്റെ മാറിടത്തിൽ സൂക്ഷിക്കും. അവർ വന്നെന്നെ നോക്കുമ്പോൾ ഇത് കണ്ടെത്തും. എൻ്റെ അമ്മ പോയിക്കഴിഞ്ഞു. ഞാനും പോവുകയായി. ഇതെൻ്റെ ഒടുവിലത്തെ യാത്രയാണെങ്കിൽ പ്രിയപ്പെട്ട ആർതർ, ഞാൻ അങ്ങയോട് അന്ത്യയാത്ര ചോദിക്കുന്നു. ഈശ്വര ഞങ്ങളെ രക്ഷിക്കണേ. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. സെപ്റ്റംബർ 18. ഞാൻ കാലത്ത് നേരത്തെ ഹില്ലിംഗ്ഹാമിലെത്തി. വണ്ടി പടിക്കൽ നിർത്തി. ഞാൻ കയറി ചെന്ന് മെല്ലെ വാതിലിൽ മുട്ടി. ലൂസിയെയോ അവളുടെ അമ്മയെയോ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ കരുതി. ഏതെങ്കിലും ഒരു വേലക്കാരി വരാതിരിക്കുകയില്ലല്ലോ. തെല്ലുനേരം കഴിഞ്ഞിട്ടും യാതൊരു മറുപടിയുമില്ല.
ഞാൻ വീണ്ടും വാതിലിൽ മുട്ടി. എന്നിട്ടും ആരും വന്നില്ല. നേരം 10 മണിയായിരിക്കുന്നു. ഞാൻ വേലക്കാരികളെ ശപിച്ചു. എന്തൊരു മടിച്ചികളാണ്, ഇപ്പോഴും കിടന്നുറങ്ങുകയാകും. ഞാൻ അക്ഷമനായി വാതിലിൽ ഇടിച്ചു. എന്നിട്ടും യാതൊരു ഫലവുമില്ല. ഇതുവരെ പരിചാരകന്മാരോട് ദേഷ്യപ്പെട്ടതേയുള്ളൂ. പക്ഷേ ഇത്രത്തോളമായപ്പോൾ ഭയങ്കരമായ പേടി എന്നെ ഗ്രസിക്കാൻ തുടങ്ങി. ഞങ്ങളെ വലയം ചെയ്ത് മുറുക്കിക്കൊണ്ടിരുന്ന ശാപത്തിൻ്റെ ചങ്ങലയുടെ മറ്റൊരു കണ്ണി കൂടിയാണോ ഇത്? ഞാൻ വൈകിയെത്തിയത് യഥാർത്ഥത്തിൽ ഒരു മൃത്യുഗേഹത്തിലേക്കാണോ? താമസിക്കുന്ന ഓരോ സെക്കൻഡുകളും ലൂസിയുടെ ആപത്തിൻ്റെ മണിക്കൂറുകളാണെന്ന് എനിക്ക് തോന്നി. മുമ്പത്തെ പോലെ ഒരു തിരിച്ചടി കൂടി കിട്ടിയാൽ അവളുടെ സ്ഥിതി എനിക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല. ഏതു വിധേനയെങ്കിലും അകത്ത് കടക്കാൻ കഴിയുമോ എന്നറിയാനായി ഞാൻ വീടിൻ്റെ പിൻവശത്തേക്ക് ചെന്നു. അകത്തേക്ക് കടക്കാൻ യാതൊരു വഴിയുമില്ല. എല്ലാ വാതിലും ജനലും അടച്ചുപൂട്ടിരിക്കുകയാണ്. ഞാൻ ഇതികർത്തവ്യതാ മൂഢനായി മുന്നിലേക്ക് തന്നെ തിരികെ വന്നു. അപ്പോൾ കുതിച്ചു വരുന്ന ഒരു കുതിരയുടെ കുളമ്പടിയൊച്ച കേട്ടു. അത് പടിക്കൽ നിന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ വാൻ ഹെൽസിംഗ് മുറ്റത്തേക്ക് ഓടിയെത്തി. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ശ്വാസം വിടാതെ ചോദിച്ചു, ഇപ്പോൾ വന്നത് നിങ്ങളായിരുന്നു. അവൾക്ക് എങ്ങനെയുണ്ട്? നാം അധികം വൈകിയോ? നിങ്ങൾക്ക് എൻ്റെ കമ്പി കിട്ടിയില്ലേ? എനിക്ക് കമ്പി കിട്ടിയത് ഇന്ന് കാലത്ത് മാത്രമാണ്. പിന്നീട് ഒരൊറ്റ സെക്കൻഡ് പോലും ഞാൻ വെറുതെ കളയുകയുണ്ടായില്ല. ഞാൻ നടന്നതെല്ലാം ഞൊടിയിട കൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചു. അദ്ദേഹം തെല്ലിട നിന്നു. പിന്നീട് തൊപ്പിയെടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു, അപ്പോൾ നാം വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവേച്ഛ അങ്ങനെയാണെങ്കിൽ. സ്വതസിദ്ധമായ നിയന്ത്രണ ശക്തിയോടെ അദ്ദേഹം തുടർന്നു. വരൂ, അകത്ത് കടക്കാൻ വഴിയില്ലെങ്കിൽ നാം ഒരു വഴി ഉണ്ടാക്കും. ഇപ്പോൾ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. ഞങ്ങൾ അടുക്കളയുടെ ജനലിനരികിലേക്ക് ചെന്നു. പ്രൊഫസർ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ശസ്ത്രക്രിയോപകരണം എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ജനലിൻ്റെ ഇരുമ്പ് വിജാഗിരിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ സമയം പാഴാക്കാതെ അവ കുത്തിപ്പറിച്ചു. ജനൽ തുറന്നു. പ്രൊഫസറും ഞാനും അകത്ത് കടന്നു. പരിചാരികമാരുടെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഞങ്ങൾ പരിശോധിച്ചു. അടുക്കളയിലെത്തി. അവിടെ വാതിലിൻ്റെ വിടവിലൂടെ നേരിയ വെളിച്ചമേയുള്ളൂ. 4 ഭൃത്യകൾ അവിടെ വെറും നിലത്ത് കിടക്കുകയാണ്. അവർ മരിച്ചിരിക്കുന്നുവെന്ന് ഭയപ്പെടേണ്ടതില്ലായിരുന്നു. കാരണം മുറിയിൽ ഉറക്കമരുന്നിൻ്റെ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. പോരാത്തതിന് അവർ ശക്തിയായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുമുണ്ട്. ഞങ്ങൾ പരസ്പരം നോക്കി. പെട്ടെന്ന് വാൻ ഹെൽസിംഗ് പറഞ്ഞു, നമുക്കിവരെ പിന്നീട് നോക്കാം. ഞങ്ങൾ ലൂസിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. 1-2 സെക്കൻഡ് ഞങ്ങൾ വാതിലിനരികെ ശ്രദ്ധിച്ചുകൊണ്ടു നിന്നു. പക്ഷേ ഒരൊറ്റ ശബ്ദവും കേൾക്കാനില്ല. പിടയ്ക്കുന്ന കരങ്ങളോടെ വിറയ്ക്കുന്ന കൈകളോടെ ഞങ്ങൾ വാതിൽ തുറന്നു. പതുക്കെ അകത്ത് കടന്നു. ആ രംഗം എങ്ങനെ വിവരിക്കാനാണ്? കിടക്കയിൽ 2 സ്ത്രീകൾ കിടക്കുന്നു. ലൂസിയും അവളുടെ അമ്മയും. അങ്ങേയറ്റത്തെ അമ്മയാണ്. ആ ദേഹം ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്നു. പൊട്ടിത്തകർന്ന ജനലിലൂടെ കടന്നു വന്ന കാറ്റിൽ മൂടിയ വസ്ത്രത്തിൻ്റെ ഒരു തലയൽപ്പം നീങ്ങിയിരിക്കുന്നു. വെളുത്ത് വിറങ്ങലിച്ച് ഭയചകിതമായ ആ മുഖം വെളിയിൽ കാണുന്നു. ഇങ്ങേപ്പുറത്ത് ലൂസി. ആ മുഖം കൂടുതൽ വിളറി വരണ്ടിരിക്കുന്നു. അവളുടെ കഴുത്തിലിട്ടിരുന്ന പൂമാല അമ്മയുടെ മാറത്ത് കിടക്കുന്നു. ആ കഴുത്ത് നഗ്നമാണ്. ആ 2 ചെറിയ മുറിപ്പാടുകൾ വ്യക്തമായി കാണാം. അവ കുറെ കൂടി ഭയാനകങ്ങളായിരുന്നു. ഒരക്ഷരം പറയാതെ പ്രൊഫസർ ലൂസിയുടെ മാറിടത്തിന് നേരെ തല കുനിച്ചു. എന്തോ ശ്രദ്ധിക്കുന്നത് പോലെ പെട്ടെന്ന് അദ്ദേഹം തലപൊക്കി എന്നോട് വിളിച്ചു പറഞ്ഞു, ഇപ്പോഴും വൈകിയിട്ടില്ല. വേഗം വേഗം ബ്രാൻഡി കൊണ്ടുവരൂ. ഞാൻ താഴത്തേക്ക് ഓടിപ്പോയി ബ്രാൻഡി എടുത്തു കൊണ്ടുവന്നു. ഭൃത്യകൾ അവിടെ തന്നെ വല്ലാതെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ശ്വാസക്രമം കേട്ടാൽ മരുന്നിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്ന് തോന്നും. പക്ഷെ ഞാനത് നോക്കാൻ നിന്നില്ല. പ്രൊഫസർ ബ്രാൻഡി എടുത്ത് അവളുടെ ചുണ്ടിലും തൊണ്ണിലും കൈപ്പടങ്ങളിലും മണികണ്ഠത്തിലും പുരട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇതുമാത്രമേ ചെയ്യാൻ കഴിയൂ. നിങ്ങൾ പോയി ആ ഭൃത്യകളെ എഴുന്നേൽപ്പിക്കൂ. അവരോട് കുറേ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവരാൻ പറയൂ. ഈ പെൺകിടാവിൻ്റെ ദേഹം ഏതാണ്ട് അപ്പുറത്ത് കിടക്കുന്നത് പോലെ തന്നെ തണുത്തു തുടങ്ങിയിരിക്കുന്നു. ഒന്ന് ചൂട് പിടിപ്പിക്കാതെ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഉടനെ തന്നെ താഴോട്ടു പോയി. അവരെ ഉണർത്താൻ വളരെയധികം വിഷമിക്കേണ്ടി വന്നു. 4-മത്തവൾ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. മരുന്ന് അവളെ ശക്തിയായി ബാധിച്ചിരിക്കുന്നു. ഞാൻ അവളെ എടുത്ത് സോഫയിൽ കിടത്തി. കിടന്നുറങ്ങട്ടെ. മറ്റുള്ളവർ കണ്ണ് മിഴിച്ചയുടനെ ഒന്നമ്പരന്നു. പക്ഷെ പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടിയ പോലെ അവർ ഉറക്കെ കരയാൻ തുടങ്ങി.
ഞാൻ അവരോട് കുറെ കർശനമായി പെരുമാറി. സംസാരിക്കാൻ അനുവദിച്ചില്ല. താമസിച്ചാൽ ലൂസിയെ നഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ തേങ്ങിക്കൊണ്ട് അവർ പോയി വെള്ളം ചൂടാക്കി കൊണ്ടുവന്നു. ഞങ്ങൾ ലൂസിയുടെ ദേഹം ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. ആ ഭൃത്യ ഓടിപ്പോയി വാതിൽ തുറന്നു. ആർതറുടെ ഒരു കത്തും കൊണ്ട് ആരോ ഒരാൾ വന്നു നിൽക്കുന്നുവെന്ന് അവൾ തിരികെ വന്നു പറഞ്ഞു. ഇപ്പോൾ ആരെയും കാണാൻ പറ്റുകയില്ലെന്നും അതിനാൽ കുറച്ച് കാത്തു നിൽക്കേണ്ടി വരുമെന്നും പറയാൻ ഞാൻ അവളെ ഏൽപ്പിച്ചു. ഞാൻ പ്രവൃത്തിയിൽ ലയിച്ചു. അയാളെപ്പറ്റി തീരെ മറക്കുകയും ചെയ്തു. പ്രൊഫസർ ഇത്രയും ഉള്ളിൽ തട്ടി ആത്മാർത്ഥതയോടെ ഒരു ജോലി ചെയ്യുന്നത് ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. അതൊരു ജീവൻ മരണ സമരമാണെന്ന് ഞങ്ങൾക്ക് ഇരുപേർക്കും അറിയാം. ഒരിക്കൽ ഞാനത് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ മുഖത്ത് തുറിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. അത്രയേ ഉള്ളുവെങ്കിൽ ഞാനിവിടെ നിർത്തുമായിരുന്നു. അവൾ ജീവിക്കുമെന്ന് എനിക്ക് തീരെ ആശയില്ല. കൂടുതൽ ദത്തശ്രദ്ധനായി അദ്ദേഹം ജോലി തുടർന്നു. അവളുടെ ദേഹത്തിന് കുറേശ്ശെ ചൂട് വയ്ക്കാൻ തുടങ്ങി. ലൂസിയുടെ ഹൃദയം മിടിക്കുന്നത് സ്റ്റെതസ്കോപ്പിൽ പോലും വളരെ ദുർബലമായേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ ശ്വാസകോശം ലോലമായി ചലിച്ചു. പ്രൊഫസറുടെ മുഖം തിളങ്ങി. ഇപ്പോൾ നാം വിജയിച്ചിരിക്കുന്നു. അടുത്ത മുറിയിൽ കിടക്ക തയ്യാറാക്കി വെച്ചിരുന്നു. ഞങ്ങൾ ലൂസിയെ അങ്ങോട്ട് കൊണ്ടുപോയി അതിൽ കിടത്തി അല്പം ബ്രാൻഡി കുടിപ്പിച്ചു. വാൻ ഹെൽസിംഗ് അവളുടെ കഴുത്തിൽ മിനുസമുള്ള ഒരു തൂവാല കെട്ടിയത് ഞാൻ ശ്രദ്ധിച്ചു. അവൾ ഇപ്പോഴും ബോധഹീനയായി കിടക്കുകയാണ്. സ്ഥിതി ഒട്ടും തന്നെ ആശാവഹമല്ല. പ്രൊഫസർ ഒരു പരിചാരകയെ അകത്തേക്ക് വിളിച്ചു. ഞങ്ങൾ തിരികെ എത്തുന്നതുവരെ അവളുടെ മേൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കണമെന്ന് ഏൽപ്പിച്ച് ഞങ്ങൾ പുറത്തു കടന്നു. ഇനി എന്തു വേണമെന്ന് നമുക്ക് ചിന്തിക്കണം. കോണി ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു. ഹാളിലെത്തിയപ്പോൾ അദ്ദേഹം ഭക്ഷണമുറിയുടെ വാതിൽ തുറന്നു. അങ്ങോട്ട് കടന്നപ്പോൾ ശ്രദ്ധാപൂർവം വാതിൽ അടയ്ക്കുകയും ചെയ്തു. ജനലുകൾ അടച്ചിട്ടിരുന്നു. ഇതിനാൽ മുറിയിൽ നേരിയ ഇരുട്ടാണ്. എങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം വെളിച്ചമുണ്ട്. പ്രൊഫസറുടെ മനസ്സിൽ എന്തോ വിഷമമുള്ളതുപോലെ തോന്നി. ഞാൻ കാത്തിരുന്നു. അദ്ദേഹം തുടർന്നു. നാമിനി എന്താണ് വേണ്ടത്? ആരോടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത്? ഒട്ടും താമസിക്കാതെ അവൾക്ക് ഒരിക്കൽ കൂടി രക്തം കുത്തിവെക്കണം. അല്ലെങ്കിൽ അവൾ 1 മണിക്കൂർ നേരം ഇനി ജീവിച്ചിരിക്കുകയില്ല. നിങ്ങൾ തീരെ തളർന്നിരിക്കുന്നു. എനിക്കും ഒട്ടും വയ്യ. ഈ പരിചാരികകൾ ധൈര്യസമേതം തയ്യാറാവുമെങ്കിലും എനിക്ക് അവരുടെ രക്തത്തിൽ വിശ്വാസമില്ല. അവൾക്ക് വേണ്ടി തൻ്റെ രക്തധമനികൾ തുറന്നു തരാൻ തയ്യാറുള്ള ഒരാളെ എവിടെ നിന്ന് കിട്ടും? എനിക്കെന്താണ് തകരാറ്? അപ്പുറത്തെ സോഫയിൽ നിന്നാണ് ആ ചോദ്യം ഉയർന്നത്. എന്നിൽ അത്ഭുതവും ആഹ്ലാദവും ഒരുമിച്ചുയർന്നു. അത് ക്വിൻസിയായിരുന്നു. ആദ്യം പ്രൊഫസറുടെ മുഖത്ത് ദേഷ്യമാണ് സ്ഫുരിച്ചത്. ഞാൻ ക്വിൻസി എന്ന് വിളിച്ചുകൊണ്ട് കൈനീട്ടി അദ്ദേഹത്തിനരികിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ പ്രൊഫസറുടെ മുഖം സന്തോഷം കൊണ്ട് ജ്വലിച്ചു. താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? ആർതറുടെ ആവശ്യപ്രകാരം. ആർതർ അദ്ദേഹത്തിനയച്ച ഒരു കമ്പി ക്വിൻസി എൻ്റെ കയ്യിൽ തന്നു. 3 ദിവസമായി സെവാർഡ് ഒരു വിവരവും അറിയിച്ചിട്ടില്ല. എനിക്ക് യാതൊരു സമാധാനവുമില്ലാതായിരിക്കുന്നു. ഇവിടം വിടാൻ നിവൃത്തിയില്ല. അച്ഛന് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ലൂസിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. അമാന്തിക്കരുത് ആർതർ. സമയത്തിന് തന്നെയാണ് വന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തു വേണമെന്ന് പറയുകയേ വേണ്ടൂ. വാൻ ഹെൽസിംഗ് മുന്നോട്ടു നീങ്ങി. അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ച് കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒരു സ്ത്രീ കഷ്ടപ്പെടുമ്പോൾ ധീരനായ ഒരു പുരുഷൻ്റെ രക്തമാണ് വേണ്ടത്. താങ്കൾ ഒരു പുരുഷനാണ്, സംശയമില്ല. ശരി, ഇനി ആ പിശാച് നമുക്കെതിരായി എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. നമുക്കാവശ്യമായപ്പോൾ ഈശ്വരൻ ആളെ അയച്ചു തന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ ഭയാനകമായ പ്രവൃത്തി നടത്തി. എനിക്കതിൻ്റെ വിവിധ ഭാഗങ്ങൾ വിശദീകരിക്കാൻ വയ്യ. ലൂസിക്കൊരു വലിയ ഷോക്കാണ് ഏറ്റിരുന്നത്. അത് അവളുടെ ദേഹത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിരുന്നു. ധാരാളം രക്തം അവളുടെ സിരകളിലേക്ക് പ്രവഹിച്ചുവെങ്കിലും മുമ്പത്തെ പോലെ അവളിൽ പ്രസാദം ഉണ്ടായില്ല. ഈ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരാനായി അവൾ പിടയ്ക്കുന്നത് കാണുക വേദനാജനകമായിരുന്നു. അവളുടെ ഹൃദയവും ശ്വാസകോശങ്ങളും നല്ല പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. വാൻ ഹെൽസിംഗ് ഇഞ്ചക്ഷൻ കൊടുത്തു. അവളുടെ ബോധക്ഷയം സുഷുപ്തിയായി മാറി. പ്രൊഫസർ ലൂസിയെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ക്വിൻസിയെയും കൂട്ടി താഴേക്ക് പോയി. ഒരു ഗ്ലാസ് വൈൻ കുടിക്കാൻ കൊടുത്ത് അദ്ദേഹത്തെ സോഫയിൽ കിടത്തി. വെപ്പുകാരനോട് പ്രാതൽ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ലൂസി കിടക്കുന്ന മുറിയിലേക്ക് തിരികെ വന്നു. അവിടെ പ്രൊഫസർ കയ്യിൽ ഒരു കടലാസും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിച്ച്
നെറ്റിക്ക് കൈ ചേർത്ത് അഗാധമായി ചിന്തിക്കുകയാണ് അദ്ദേഹം. ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടതിൻ്റെ സംതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കളിയാടിയിരുന്നു. അത് വാങ്ങി വായിച്ച് ഞാൻ പ്രൊഫസറുടെ മുഖത്ത് നോക്കിക്കൊണ്ടു നിന്നു. തെല്ല് നേരത്തിന് ശേഷം ഞാൻ ചോദിച്ചു, ഈശ്വരനെ വിചാരിച്ച് പറയൂ, എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? ഇവൾക്ക് ഭ്രാന്താണോ? അല്ലെങ്കിൽ ഇത് എന്തൊരു ഭയാനകമായ വിപത്താണ്? എന്താണ് തുടർന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ആകെ അമ്പരന്നു പോയിരുന്നു. വാൻ ഹെൽസിംഗ് ആ കടലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ അതിനെപ്പറ്റി വിഷമിക്കാതിരിക്കൂ. തൽക്കാലം മറക്കൂ. ശരിയായ സമയത്ത് താങ്കൾക്കതിനെപ്പറ്റി മനസ്സിലാക്കാം. പിന്നെ താങ്കൾ എന്താണ് പറയാൻ ഭാവിച്ചത്? എനിക്ക് സ്വബോധം കിട്ടിയതുപോലെ തോന്നി. ലൂസിയുടെ അമ്മ മരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ വന്നത്. നാം ബുദ്ധിപൂർവ്വം പെരുമാറിയില്ലെങ്കിൽ ഒരു ഇൻക്വസ്റ്റ് വേണ്ടിവരും. അപ്പോൾ ആ കടലാസ് ഹാജരാക്കുകയും വേണ്ടി വന്നേക്കും. ഇൻക്വസ്റ്റ് കൂടാതെ കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇൻക്വസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് മാത്രം മതിയാവും ലൂസിയുടെ മരണത്തിന് കാരണമാകാൻ. എനിക്കും താങ്കൾക്കും അവരെ ചികിത്സിച്ചിരുന്ന മറ്റു ഡോക്ടർമാർക്കും അറിയാം അവളുടെ അമ്മയ്ക്ക് ഹൃദ്രോഗമായിരുന്നുവെന്ന്. നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാം. നമുക്കിപ്പോൾ തന്നെ അത് ശരിപ്പെടുത്തുക. രജിസ്ട്രാറുടെ അരികിലേക്ക് ഞാൻ തന്നെ പോകാം. ശരിയാണ് സുഹൃത്തെ, അതിനെപ്പറ്റി ഓർത്തത് നന്നായി. ഈ കഷ്ടതകളൊക്കെ അനുഭവിച്ചാലും ലൂസി ഭാഗ്യവതിയാണ്. ഈ വയസ്സനെ ഒഴിച്ചാൽ വേറെ ഒന്നും രണ്ടുമല്ല 3 പേരാണ് അവൾക്ക് വേണ്ടി തങ്ങളുടെ രക്തധമനികളൊക്കെ തന്നെ തുറന്നു വെച്ചത്. സുഹൃത്തെ, ഞാൻ അന്ധനല്ല, എനിക്കറിയാം. അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നു. ശരി, ഇപ്പോൾ പോകൂ. ഹാളിൽ ക്വിൻസി ആർതർക്ക് ഒരു കമ്പി സന്ദേശം തയ്യാറാക്കുകയായിരുന്നു. ഞാൻ പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് ഓടിവന്ന് അദ്ദേഹം ചോദിച്ചു, സെവാഡ്, താങ്കൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ? ഞാൻ മറുപടിയായി തലകുലുക്കിക്കൊണ്ട് പുറത്തിറങ്ങിപ്പോയി. രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ യാതൊരു വിഷമവും ഉണ്ടായില്ല. ശവപ്പെട്ടി ഉണ്ടാക്കിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ട ഏർപ്പാടുകളും ഞാൻ ചെയ്തു. ഞാൻ തിരിച്ചെത്തിയപ്പോൾ ക്വിൻസി എന്നെ കാത്തിരിക്കുകയായിരുന്നു. ലൂസിയുടെ വിവരം അറിഞ്ഞു വന്ന് ഉടനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ മുകളിലേക്ക് പോയി. അവൾ കിടന്നുറങ്ങുക തന്നെയാണ്. പ്രൊഫസർ അവളുടെ അരികിൽ നിന്ന് നീങ്ങിയിട്ടേയില്ല. അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞ് ചുണ്ടത്ത് വിരൽ വെച്ചു. അവൾ അധികം താമസിയാതെ ഉണർന്നേക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഞാൻ താഴത്തേക്ക് തന്നെ പോന്നു. ക്വിൻസിയെയും കൂട്ടി ഞാൻ പ്രാതലിനിരുന്നു. ഞങ്ങൾ തനിച്ചായപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെവാഡ്, അനുമതിയില്ലാത്തിടത്ത് കടന്നു വരാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. പക്ഷേ ഇത് സാധാരണ കേസല്ല. താങ്കൾക്കറിയാമോ, ഞാൻ ഈ പെൺകിടാവിനെ പ്രേമിച്ചിരുന്നു. കല്യാണം കഴിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞുപോയ കഥകളാണെങ്കിലും എനിക്ക് അവളെപ്പറ്റി ഉത്കണ്ഠപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. എന്താണ് അവൾക്ക് സുഖക്കേട്? അവൾക്ക് ഒരിക്കൽ കൂടെ രക്തം കുത്തിവെക്കണമെന്നും നിങ്ങൾ രണ്ടുപേരും തീരെ തളർന്നുവെന്നും പ്രൊഫസർ പറഞ്ഞത് ഞാൻ കേട്ടു. നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാർ എല്ലാം നിഗൂഢമായേ സംസാരിക്കുന്നുവെന്നും പുറമേയുള്ള ഒരുത്തൻ അവരുടെ സ്വകാര്യ ചർച്ചകളെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കരുതെന്നും എനിക്കറിയാം. പക്ഷേ ഇത് സാധാരണ സംഗതിയല്ല. അതെന്തായാലും ഞാൻ എൻ്റെ കടമ നിറവേറ്റിയിട്ടുണ്ട്, അല്ലേ? അത് ശരിയാണ്. താങ്കളും വാൻ ഹെൽസിങ്ങും ഞാൻ ഇന്ന് ചെയ്ത ഇതേ ക്രിയ മുമ്പ് തന്നെ ചെയ്തു, ശരിയല്ലേ? അതും വാസ്തവമാണ്. ആർതറും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ 4 ദിവസം മുമ്പ് അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചിരുന്നു. വാംബാസിൽ നിന്ന് പോന്ന ശേഷം ഇത്തരം പൊടുന്നനെയുള്ള ഒരു തകർച്ച ഞാൻ കണ്ടിരുന്നില്ല. അന്ന് എനിക്ക് ഒരു പെൺകുതിരയുണ്ടായിരുന്നു. രാത്രി മുഴുവൻ അവളെ പുല്ലുതീറ്റാൻ പോവുകയായിരുന്നു എൻ്റെ വിനോദം. ഒരു ദിവസം രാത്രി ഒരു കടവാതിൽ അവളെ ആക്രമിച്ചു. അന്നാട്ടുകാർ രക്തരക്ഷസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അവളുടെ കഴുത്തും രക്തധമനികളും പൊളിഞ്ഞ് കീറിയിരുന്നു. എഴുന്നേൽക്കാൻ പോലും അവളുടെ ദേഹത്തിൽ രക്തമില്ലാതായി. ഒടുവിൽ ഞാൻ അവളുടെ നേരെ തോക്കൊഴിക്കുകയാണുണ്ടായത്. താങ്കളൊന്നും ഒളിച്ചു വെക്കാതെ പറയുമെങ്കിൽ ആർതറാണ് ആദ്യം രക്തം നൽകിയത്, അല്ലേ? അപ്പോൾ അദ്ദേഹം അത്യധികം ഉത്കണ്ഠാകുലനായി കാണപ്പെട്ടു. താൻ പ്രേമിച്ച പെൺകുട്ടിയുടെ കാര്യമോർത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങിപ്പോവുകയാണെന്ന് തോന്നി. അവളെ വലയം ചെയ്തു നിൽക്കുന്ന ദുരന്തങ്ങളെപ്പറ്റി യാതൊന്നും അറിയാത്തതിനാൽ അദ്ദേഹം കൂടുതൽ വിമ്മിട്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം തന്നെ ഛിന്ന ഭിന്നമാവുകയാണെന്ന് തോന്നി. അത്രയും ആരോഗ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോധം കെട്ടുപോകാതിരുന്നത്. ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഒന്ന് ഓർത്തു നിന്നു. പ്രൊഫസർ തന്നെ ഗൂഢമായി വെക്കുന്ന കാര്യം ഞാൻ പുറത്താക്കിയാലോ? പക്ഷേ അദ്ദേഹം ഇത്രയും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുറേ കൂടി കാര്യങ്ങൾ ഊഹിക്കുകയും ചെയ്യുന്നു. ഇനി പറയാതിരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയാണ്.
ഇത് തുടങ്ങിയിട്ട് ദിവസം എത്രയായി? 10 ദിവസം. 10 ദിവസം. അപ്പോൾ എൻ്റെ സുഹൃത്തെ, ഇതിനിടെ ആ പാവത്തിൻ്റെ സിരകളിലേക്ക് പൂർണ്ണ ആരോഗ്യവാന്മാരായ 4 പുരുഷന്മാരുടെ രക്തം കയറ്റിയിട്ടുണ്ട്. സാധാരണ നിലയിലാണെങ്കിൽ അവളുടെ ദേഹത്തിന് താങ്ങാനുള്ള കരുത്തില്ല. പിന്നെ എൻ്റെ തൊട്ടരികിലേക്ക് വന്ന് പിറുപിറുക്കുന്ന മട്ടിൽ അദ്ദേഹം ചോദിച്ചു, ആ രക്തമെല്ലാം എങ്ങനെയാണ് പോയത്? ഞാൻ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, അതാണ് മുഖ്യ പ്രശ്നം. വാൻ ഹെൽസിങ്ങിനൊരു ഊഹമേയുള്ളൂ. എനിക്ക് ഒന്നും വ്യക്തമാവുന്നതേയില്ല. ഞങ്ങൾ ലൂസിയുടെ അരികെ കാവലിരിക്കുന്നതിനായി നിയതമായ പരിപാടികൾ ഇട്ടിരുന്നു. പക്ഷേ എല്ലാം വളരെ തുച്ഛമായ ചില സാഹചര്യങ്ങളാൽ തകർക്കപ്പെട്ടു. ഏതായാലും അതിനി ആവർത്തിക്കപ്പെടുകയില്ല. രണ്ടാലൊന്ന് തീരുമാനിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ക്വിൻസി കൈ നീട്ടി കാണിച്ചു. എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി കണക്കാക്കിക്കൊള്ളൂ, അദ്ദേഹം പറഞ്ഞു. താങ്കളും വാൻ ഹെൽസിങ്ങും ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യും. വൈകുന്നേരമാണ് ലൂസി ഉണർന്നത്. ആദ്യം തന്നെ തൻ്റെ മാറിടത്തിൽ തപ്പി നോക്കുകയാണ് അവൾ ചെയ്തത്. പ്രൊഫസർ എനിക്ക് വായിക്കാൻ തന്നിരുന്ന കടലാസ് അവൾ കയ്യിലെടുത്തു. ഞാൻ അതിശയിച്ചുപോയി. ഉണരുമ്പോൾ അവൾ പരിഭ്രമിക്കുമെന്ന് കരുതി ശ്രദ്ധാലുവായ പ്രൊഫസർ അത് അവളുടെ മാറത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ആദ്യം വാൻ ഹെൽസിങ്ങിൽ പതിച്ചു. പിന്നീട് അതിൻ്റെ നേരെ തിരിഞ്ഞു. ആ കണ്ണുകളിൽ സന്തോഷം സ്ഫുരിച്ചു. പിന്നീടവൾ താൻ എവിടെയാണെന്നറിയാനായി റൂമിൽ 4 പാടും നോക്കി. പെട്ടെന്നവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. തൻ്റെ മെലിഞ്ഞ കൈകൊണ്ട് വിളറിയ മുഖം പൊത്തി. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവൾ തൻ്റെ അമ്മയുടെ മരണത്തെപ്പറ്റി ഓർത്താണ്. ഞങ്ങൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ ദീർഘനേരം ദീനദീനം വിലപിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആരെങ്കിലും ഒരാളോ 2 പേരുമോ എപ്പോഴും അരികിലുണ്ടാവുമെന്ന് പ്രൊഫസർ അവളോട് പറഞ്ഞു. അവൾക്ക് തെല്ലാശ്വാസമായി. ഉറക്കത്തിൽ തൻ്റെ മാറത്ത് നിന്ന് ആ കടലാസ് എടുത്ത് അവളത് 2ആയി കീറി. വാൻ ഹെൽസിങ് ആ കഷ്ണങ്ങൾ മെല്ലെ പിടിച്ചു വാങ്ങി. പക്ഷെ അവളതറിഞ്ഞില്ല. അത് തൻ്റെ കയ്യിലുണ്ടെന്ന ബോധത്തോടെ വീണ്ടും അവൾ വെറുതെ ചീന്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ കൈയുയർത്തി കടലാസ് കഷ്ണങ്ങൾ കാറ്റിൽ പറത്തുന്നതുപോലെ കാണിച്ചു. വാൻ ഹെൽസിങ് അത്ഭുതപ്പെടുകയായിരുന്നു. ചിന്തയിലെന്ന പോലെ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം ചുളിഞ്ഞു. പക്ഷേ ഒന്നും സംസാരിച്ചില്ല.